ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഷൂസ് തൊട്ട് വസ്ത്രമിടുന്നത് തൊട്ട് ബട്ടൺസ് തൊട്ട് ഓരോ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇനി ഏറ്റവും മൂത്രം ഒഴിക്കാനും അപ്പിയിടാനും തൊട്ട് ഓരോന്നും. കാരണം കൊച്ചിനോട് മൂത്രം ഒഴിക്കുക കുഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോന്നും നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ ഒരു മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് പണ്ട്. ഇപ്പോൾ അതിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ പറഞ്ഞത് അനുസരിച്ചാണ് അത് പോകുന്നത്. ഈ സോഫ്റ്റ്വെയർ പോലെയും മാപ്പ് പോലെയാണ് ഗുരു എന്ന് പറയുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ പോകുന്ന വഴിയിൽ കള്ളന്മാർ, കൊള്ളക്കാർ, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ ഉള്ള സ്ഥലമുണ്ട്. അതവിടെ സഞ്ചരിച്ചവർക്കേ അതറിയാനൊക്കത്തുള്ളൂ. അവരാ വഴി സഞ്ചരിച്ചിട്ട് തിരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകാൻ അതിൻ്റെ ഗൈഡുകൾ ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ സഞ്ചരിച്ചിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുക. അവർക്ക് ഇതറിയാമല്ല. അതായത് നമ്മൾ ഈ മാപ്പ് മാത്രം നോക്കിപ്പോൾ ശാസ്ത്രം മാത്രം മനസ്സിൽ പോലും ഈ കള്ളന്മാരുടെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഇടയ്ക്ക് അപകടപ്പെട്ടു പോകാം. സ്വയപ്രയത്നം നമ്മളുണ്ട്, എനിക്ക് പ്രയത്നിച്ചാൽ മതി, എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷേ ഈ അപകട സാധ്യതയുള്ളതെല്ലാം അറിയണം. അതൊരു ഗുരുവിൻ്റെ സാമീപ്യവും ആ ഒരു രീതിയിലാണ് കൂടുതലും വളർന്നു വന്ന് കാണുന്നത്. കലിയുഗത്തിൽ സന്യാസികൾ ഗ്രാമസേവകരാകുമെന്നാണ്. ശിഷ്യനെ തേടിപ്പോവുക. കാരണം ആർക്കും ഈ ആത്മീയത വേണ്ട. അവർ പുറം ലോകത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്നതാണ്. കഷായം കൊടുക്കുമ്പം കുട്ടികൾ കയ്പായതുകൊണ്ട് കഴിക്കില്ല. അപ്പോൾ നിർബന്ധിച്ച് അതിനകത്ത് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നത് പോലെ ഇപ്പം ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ആർക്കും ഇത് വേണ്ട. അപ്പോൾ ഒരു കൈ ചോക്ലേറ്റ്, ഒരു കൈ സ്വർണ്ണനാണയം വെച്ചൊരു കുഞ്ഞിനെടുത്ത് നീട്ടിയ കുട്ടി എന്താ എടുക്കുന്നത്? ചോക്ലേറ്റ് എടുക്കും. അതുപോലെ നമ്മൾ എത്ര പറഞ്ഞിട്ടും ആ വിവേകം നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ് നിത്യം, അനിത്യം, മാറുന്ന എന്ത്, നിത്യമായുള്ള എന്ത്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം നോക്കുമ്പോഴോ ധാരാളം പഠിക്കാനുമുണ്ട്, മാതൃക കാണിക്കാൻ ആരുമില്ല. അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അച്ഛന് ജോലിക്ക് പോകണം, കൂട്ടുകുടുംബമല്ല. അപ്പോൾ ഈ ഒരു ആത്മതത്വത്തിലേക്ക് വരുന്നതുമില്ല. നമ്മൾ സ്വയം മനസ്സിനെ തന്നെ തൻ്റെ കാലിൽ നിൽക്കാൻ പഠിക്കുക. ആ ഒരു തത്വമാണ് ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഭാരം ചെറിയ പൊക്കി ശീലിപ്പിച്ചുകൊണ്ട് വലിയ ഭാരം വന്ന് താങ്ങാനുള്ള ശക്തിയുണ്ട്. നമ്മൾ മറിഞ്ഞു വീഴുകയില്ല. പേപ്പർ പൊക്കി ശീലിക്കുന്ന പോലാണ്. എന്ത് ചോദിച്ചാൽ അച്ഛനന്മാർ കൊടുക്കും. ഇപ്പോൾ മക്കൾ പറയുന്ന പോലെയാണ് അച്ഛനന്മാർ കേൾക്കുന്നത്. ഏത് പെയിൻറ്റ് വീട്ടിലടിക്കണം, ഏത് രീതി തിരിക്കണം എന്നുള്ള രീതിയിലുള്ള തിരിച്ച് വന്നിരിക്കുന്നു. പണ്ട് അച്ഛനന്മാർ പോലെ മക്കൾ കേട്ട് ഇപ്പം മക്കൾ പറയുന്ന പോലെ അച്ഛനന്മാർ കേൾക്കേണ്ട രീതി. അവർ മുത്തശ്ശിയില്ലാത്തതുകൊണ്ടും പിന്നെ ഇങ്ങനെയുള്ളൊരു മാതൃക കാണിക്കാൻ ആളില്ലാത്തതുകൊണ്ടും പുറത്തോട്ട് പോയിട്ട് അവർ അമ്പലത്തിലോട്ടല്ല പോകുന്നത്. നേരെ കഞ്ചാവിലോട്ടും കള്ളിലോട്ടും ലഹരിയിലോട്ടും മാത്രമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പോകുന്നത്. അത് കഴിച്ചിട്ട് മറ്റുള്ളവർ കുത്തിക്കൊല്ലുന്നു, ഇടിക്കുന്നു, അടിയുണ്ടാക്കുന്നു, വെട്ടിക്കൊല്ലുന്നു. അമ്മയച്ഛനെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതിലാണ് സ്നേഹം ഉണരുന്നെങ്കിൽ, അതാണ് ശാന്തി കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം ചെറുപ്പത്തിൽ ഇങ്ങനെ ലഹരിയെല്ലാം കഴിച്ച് നമ്മുടെ ഓർമ്മ കൊടുക്കുന്ന, മെമ്മറി കൊടുക്കുന്ന ഞരമ്പിനെ മരവിപ്പിക്കുന്നു. ആ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഒരു സ്വപ്ന ലോകത്തിൽ കഴിയുന്ന പോലെ ഞാനിപ്പോൾ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ എന്നെ കൊട്ടാരത്തിലാണ്, ഞാൻ രാജാവാണ്, ഞാൻ റാണിയാണ് എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തൻ്റെ ഞരമ്പിന് വെള്ളം എടുത്താണ്. അവസാനം കൈയും കാലും കഴിച്ചില്ലേ വിറയ്ക്കുക, പിന്നെ വയലൻ്റ് ആകുക, പിന്നെ എല്ലാവരും വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക. അമ്മ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ ലോകമുഴുക യാത്ര ചെയ്യുന്നതാണ്. എല്ലാ ലോകമുഴുക്കുള്ള ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ദർശനത്തിന് വന്നു, അല്ലാതെ പോയും കണ്ടിട്ടുണ്ട്. അതിൽ കഞ്ചാവടിച്ച് മാനസിക രോഗം വന്നവരുണ്ട്. അവരുടെ കുട്ടികൾക്കും ആ രോഗം വന്നവരെ കണ്ട്. അതിൻ്റെ കുട്ടികൾക്കുണ്ട് 4 തലമുറ കണ്ടു.
മാനസികം. അപ്പം അതിൽ തലമുറയ്ക്ക് അങ്ങനെ പോകത്തില്ലേ? അപ്പം ഈ ഇപ്പോഴത്തെ ഇച്ചിരി നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഈ കഞ്ചാവിൻ്റെ പുറകെ ശാന്തിക്കാരനെ പിടിക്കാൻ പോയാൽ ഇത് പിന്നെ എങ്ങനെ അങ്ങോട്ടങ്ങ് ഇവിടെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ശാന്തിക്കാരനെ പിടിച്ചുകൊണ്ട് എന്താ അവർക്ക് ഗുണം, ലോകത്തിന് ഗുണം? താക്കോല് കയ്യിലുണ്ട്, പക്ഷേ തിരിച്ചിട്ട് തുറക്കുക നമ്മൾ, അപ്പോൾ തുറക്കുന്നില്ല. അതുപോലെ ബാറ്ററി ഉണ്ട്, നമ്മുടെ കയ്യിൽ ടോർച്ചും ഉണ്ട്. അത് ബാറ്ററി തിരിച്ചിട്ടാൽ അത് ഓൺ ചെയ്ത് കത്തത്തില്ല. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക്. നമ്മളിൽ നിന്നുള്ള ആ ശക്തി നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അമ്മ കഥ ഓർക്കുകയാണ്. കുറച്ച് ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ ചാരായം കുപ്പിയിലിരുന്ന് ചാരായം ഒഴിക്കാൻ പറഞ്ഞു. അവിടെ കെട്ടിക്കിടക്കുന്ന കഴുതയെ വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ കഴുതെടുത്ത് 2 പാത്രം വെച്ച് കൊടുത്തു. കഴുത 2 പാത്രത്തിൽ മണപ്പിച്ചിട്ട് കഴുത വെള്ളം കുടിച്ചു. അപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അപ്പോൾ കുട്ടികൾ പറയാം, ചാരായം കുടിക്കാത്തവനാണ് കഴുത എന്ന് മനസ്സിലാക്കി. ചാരായം കുടിക്കാത്തവനാണ് കഴുതയെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണിപ്പോൾ. അതൊക്കെ കുടിച്ചാലേ ഒരു ഗമയുള്ളൂ, അത് കുടിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ലോകമാണ്. ശരീരത്തിന് ഉപകാരപ്രദമാകുന്നതാണോ? നമ്മൾ ഹൃദയത്തിൽ നിന്ന് ശാന്തി നേടിയാൽ ആ പൈസ ഒരു സാധുവിനെ സഹായിക്കാം. അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ആത്മീയത മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം കാരുണ്യം വരുന്നു, സഹായിക്കാനുള്ള മനസ്സ് വരുന്നു, തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നു. ഇങ്ങനെ പരാശ്രയത്തിൽ കത്തേണ്ട മെഴുകുതിരയല്ല, സ്വയം ജയിക്കേണ്ട സൂര്യനാണെന്ന് നമ്മൾ പറയാൻ കാരണം അതുകൊണ്ടാണ്. നീ ഞാവെന്ന് കരഞ്ഞെടുക്കേണ്ട പൂച്ചക്കുട്ടിയല്ല, നീ സിംഹക്കുട്ടിയാണ് എന്ന് പറയാൻ കാരണം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. As we strive to fulfill our duties towards our family and society, it is equally important to fulfill our duty towards God, the universe. Always remember that our obligation towards God is not exclusive, but all inclusive. The truth is, every single help we receive, visible or invisible, subtle or gross, comes from God, not from humans. Because what we see, hear, touch, smell, taste, and all else are only flood of God's grace, the infinite arms of the one and only consciousness. And this is the meaning of the Vishwarupa Darshana, the universal form as revealed by Lord Krishna to Arjuna in the Bhagavad Gita. The mind has a problem. The mind or the ego cowers in the face of mystery. The mind, the logic, the intellect, it wants answers for anything and everything. You know why? Because once you know the answer, you think you have become the master of something, an object or a living being. The sense of knowing is an indirect way of proclaiming, I know you, so I can manipulate you. The mind is like a tree from which the leaves of wise keep growing. Wise, W-H-Y-S. So the point is, stop asking why. It is relevant on certain occasions, but it is totally irrelevant mostly. So please stop asking why and accept mystery as mystery. This will awaken the childlike innocence and wonderment in you. And you will always be in awe, as Amma keeps reminding us. Look at a child's eye, always in a wonder. Whatever it sees, it's amazed. We human beings surrender only when life throws us into darkness. When you have absolutely nothing left, what are you going to surrender at that time? There is no point in surrendering when you are pushed into total despair. There is no maturity in that. You may ask, didn't Draupadi surrender when she was in a helpless and hopeless situation, when she was disrobed and humiliated by the Kauravas? And it worked, right? Krishna gave her endless saree. Yes, indeed, it worked. Right you are? Because Draupadi had forever considered Lord Krishna as her best friend, guide and protector. Not only at that point of time. For her, Krishna was her sole refuge. So it worked. Yes. What am I trying to say is that we should understand God's all-pervasiveness and surrender to the infinity when we have everything. When we have everything. When we have a good family, good job, money, a promising future and so forth. That's the time to surrender. Train your mind to surrender when you are at the peak. When you are in the midst of plenty. The truth is, when we surrender, we are not giving up something that belongs to us. As everything from the smallest to the biggest, from the subtlest to the grossest, belongs to God, to the universe. So in the name of surrender, we are only returning or surrendering the false sense of ownership.
We are only returning something that we never owned. In other words, out of ignorance, the ego has encroached into God's territory. And now we realize that it was never ours. So we surrender and regain what you originally are. When we sincerely and wholeheartedly observe something, that observation will automatically lead us to meditation and surrender. And that's what happens to geniuses in any field of action. Like an eminent artist or a scientist, they observe, keep on observing and observing. And it happens, it is so spontaneous to them. And then what happens? That observation automatically becomes meditation. And from that, revelations happen. So when we sincerely and wholeheartedly observe something, that observation will automatically lead us to meditation. And if you are a spiritually inclined person, you don't stop there. You move ahead and you surrender. So observing the Sadguru, observing Amma with your heart and soul is the best way to help us glide into meditation and from there to surrender and fearlessness. Watch Amma in action. Observe the epic task known as Amma's darshan. Take a look at the diverse activities Amma is engaged in. The myriad roles Amma plays, such as the most loving mother, father, the world's #1 listener and advisor, a genuine friend and guide, a perfect diplomat and policymaker, a superb CEO and administrator, a quick and brilliant decision maker and manager, a far-sighted leader par excellence, an outstanding university chancellor with limitless knowledge, and top of all, the Sadguru who leads millions from the darkness of ignorance to the pure light of consciousness. Have you heard or read of anyone in the past or present who is a multi-dimensional phenomenon of this caliber? So what are we seeing in Amma? We see God's Vishwarupa. Just as the Vishwarupa Krishna showed to Arjuna 5,000 years ago, maybe more than that. Amma is continuously showing her Vishwarupa through her actions. So her divine presence in our lives and her guidance will gradually take us to the state of fearlessness and from there to self-surrender. And I am sure that we are slowly but steadily moving towards that goal. And with Amma in our lives, it will happen, it must happen. Om Amriteshwariye Namah.